എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പൂതി എടുക്കുമ്പോൾ പൈസ ചെലവില്ലാത്ത ചെലവ് നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ മടി മാറ്റി വെച്ചിട്ട് പണിയെടുക്കാൻ ശ്രമിക്കണം. അന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പൂതി. വാങ്ങിക്കാൻ നോക്കുമ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ വട്ടപ്പൂച്ച. ഇവിടെയാണ് നമ്മുടെ ബുദ്ധിയും ശരീരം ഒരുപോലെ പ്രവർത്തിക്കേണ്ടത്. ഇതുവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ണെത്തിപ്പെടാത്തടത്ത് നമ്മുടെ കണ്ണെത്തണം. എത്തിയെടുത്ത് നമ്മുടെ ശരീരത്തെ പിടിച്ചെത്തിക്കണം. എത്തിച്ചാൽ മാത്രം പോരാ, അത് ഇങ്ങോട്ട് പെട്ടെന്ന് എടുക്കുക വേണം. കിട്ടിയ സാധനത്തിമേ എങ്ങനെ താജ്മഹൽ പണിയാന്ന് ചിന്തിക്കുകയും വേണം. അങ്ങനെ എനിക്ക് കിട്ടിയ സാധനത്തിമേ ഞാൻ പണിത ഒരു താജ്മഹലാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതേ പോയിട്ട് താജ്മഹൽ പണിയുന്നതിന് മുമ്പ് എന്റെ മൂക്കിന് പോയിട്ട് ഒരു ഓട്ട തുറക്കുന്നൊന്നും പറയും. പനി പിടിച്ചിട്ട് 10 ദിവസമായി, ഇതുവരെ ഒരു മാറ്റില്ല. അപ്പൊ അതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. തേങ്ങയിലെ പൊങ്ങാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. 10-12 ദിവസമായി കിടക്കുന്ന തേങ്ങ തിരിഞ്ഞു നോക്കാതെ ഞാൻ ഇന്ന് തേങ്ങ പോയി എടുക്കുന്നു. അതിലെ പൊങ്ങുള്ള തേങ്ങയെ മാറ്റിയെടുക്കുന്നു. പണ്ട് ആരോ പറഞ്ഞാ പഴഞ്ചൊല്ല് എവര് ഡോഗേഴ്സ് ഡേ എന്ന്. അതാണ് ഇപ്പൊ ഇവിടെ ഈ സാഹചര്യത്തിനും സന്ദർഭങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങനെ പോയിട്ട് തെങ്ങിനെ മൈൻഡ് ചെയ്ത് ഞാൻ ഇപ്പൊ തേങ്ങക്കായി അലയുന്നു. അല്ലെങ്കിലും ഇവിടെ ഇപ്പൊ അലയേണ്ട കാര്യം വരുന്നില്ല. മാതാശ്രീയുടെ തറവാട്ട് വളപ്പിൽ തെങ്ങിന് തേങ്ങയുള്ളതിനെ കൊണ്ട് തന്നെ തേങ്ങക്കൊരു ക്ഷാമല്ല. ഒരു വളപ്പിലെ തെങ്ങിലെ തേങ്ങയിലെ പൊങ്ങ്, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഇര. പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കണക്കൂട്ടുകളിൽ ശരിയാണെന്നുണ്ടെങ്കിൽ 1 കിലോ തേങ്ങയ്ക്ക് 80, ഒരു തേങ്ങക്ക് 30, 1 കിലോന്റെ ഒരു പാക്കറ്റ് പൊങ്ങിനാണെങ്കിൽ 30 രൂപ. കൂട്ടിയും ഗണിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തേങ്ങ ഇവിടെ എടുത്ത് 30 രൂപ വെച്ചതിന് വില കണക്കാക്കുകയാണെങ്കിൽ 90 രൂപ തേങ്ങ തന്നെയായി. പ്ലസ് പൊങ്ങിന് 30 രൂപ, അങ്ങനെ 120 രൂപ. അക്കൗണ്ടിൽ വെറും വട്ടപൂജ്യമായ നമ്മൾ ഇന്ന് കഴിക്കുന്നത് 120 രൂപന്റെ മുതൽ. തേങ്ങ പൊളിക്കുന്നതിൽ മാതാശ്രീ പ്രോയാണ്. അതിനെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരം അധികം കുത്തി ഇളക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കിണർ കുഴിച്ച് വെള്ളം കാണുന്ന പോലെയാണ് ഓരോ തേങ്ങ പൊളിക്കുമ്പോഴും അതിൽ പൊങ്ങ് കാണും. പൊങ്ങ് നമ്പർ 2 പട്ടിണി കിടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. വെള്ളവും വെളിച്ചമില്ലാത്ത ഏതോ ഒരു ദാരിദ്ര്യ മേഖലയിലായിരുന്നു മൂപ്പരുണ്ടായിരുന്നു. നമ്പർ 3 ഏതോ കൊറോണ കാലത്ത് ജനിച്ചതാണ്. എല്ലാം അതിന് നന്നായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ പൊങ്ങുമേ ഒരു താജ്മഹൽ പണിയാൻ പോകുന്നത്. മുൻകൂട്ടി അതിന്റെ മൂടൊക്കെ ഉടച്ചു തന്ന മമ്മാജി വീഡിയോക്ക് വേണ്ടി എന്റെ മൂട് ഉടച്ച് ഞാൻ എടുക്കുന്നത് കാണിക്കുന്നു ഞാൻ. ഇവിടെ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഇനിയാണ് ഇവിടെ ഇതിന്റെ കട്ടിങ് തുടങ്ങുന്നത്. ഉപ്പേരിക്ക് അറിയുന്ന പോലെ ഇതിന് കണ്ടം തുണ്ടമാക്കരുത്. കാണാൻ ഭംഗിക്ക് വട്ടത്തിലാക്കി ഇതിനെ കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് തട്ടിക്കൊടുത്ത് കുറച്ച് പൊടികളൊക്കെ തൂക്കി കൊടുത്താൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി.